ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ മറ്റൊന്നിനും ഒരു സാധ്യതകളുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ പുക വലിക്കുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു. അപ്പോൾ പുകയൊക്കെ വലിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചു. അപ്പോൾ 18 വയസ്സായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പുകയൊക്കെ വലിക്കാം, കാരണം ചേട്ടൻ വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രായപൂർത്തി ആകാത്തതുകൊണ്ടായിരിക്കാം എന്നെ അടിച്ചത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്കും പുകയൊക്കെ വലിക്കാം എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്, പാപം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യാത്തതുകൊണ്ടാണ്. ദൈവവചനത്തിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ, ഒരു ആത്മീയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ ക്രിയ ചെയ്താൽ മാത്രമേ അവന് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ. ജഡമോഹങ്ങളിൽ നിന്നും മനുഷ്യൻ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും മനുഷ്യനെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയുള്ളൂ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ഹല്ലേലൂയ. വചനം പറയുന്നു, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. അപ്പൊ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. എല്ലാ ദുഷ്ടതയിൽ നിന്നും, എല്ലാ പാപകരമായ പ്രവർത്തികളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിനാണ്, അഥവാ ദൈവത്തിനാണ്. ദൈവത്തിനാണെന്ന് എല്ലാവരും പറയും. എല്ലാവരും പറയും ദൈവമാണ് അവരെ രക്ഷിക്കുന്നത്, ദൈവം രക്ഷകനാണ്, യേശു രക്ഷകനാണ്. ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ രക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ മനുഷ്യൻ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരണം. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു ആത്മീയ മനുഷ്യൻ കടന്നു ചെന്ന് ആ വചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്, സ്വന്തം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ വചനങ്ങളെല്ലാം സ്വന്തം ജീവിതമാക്കി മാറ്റിയാൽ മാത്രമേ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ രക്ഷയിലേക്ക് നമുക്ക് ഒരു ആത്മീയ മനുഷ്യന്റെ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുന്നത്, എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. ഈ ദൈവത്തിന്റെ വചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളാതെ പോയത് കൊണ്ടാണ് മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത്. പാപത്തിന് അടിമപ്പെട്ടു പോകുന്നത് കൊണ്ട് അവന് രോഗത്തിനും മറ്റു പലതിനും അവൻ കീഴ്പ്പെട്ടു പോവുകയാണ്. പിശാചിന് കീഴ്പ്പെട്ടു പോവുകയാണ്. ഈ ലോകത്തിന് കീഴ്പ്പെട്ടു പോവുകയാണ്. പാപം അവനെ കാർന്നു തിന്നുകയാണ്. അവന് മനുഷ്യന് ഒരു സ്വസ്ഥതയും ലഭിക്കുകയില്ല, ഒരു സന്തോഷവും ലഭിക്കുകയില്ല. അവൻ ചെയ്യുന്ന പാപം അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവൻ ചെയ്യുന്ന ദുഷ്ടത അവന് സ്വസ്ഥത നൽകുകയില്ല. അവന്റെ ഉള്ളിൽ മനസാക്ഷിയിൽ കുറ്റബോധം കൊണ്ട് അവൻ അസ്വസ്ഥപ്പെടും, അവൻ ആകുലതപ്പെടും, അവൻ വേദനിക്കും, അവൻ കഷ്ടം അനുഭവിക്കും. അവനൊരു സമാധാനവും ലഭിക്കുകയില്ല. ഹല്ലേലൂയ. അവന് സ്വസ്ഥത ലഭിക്കുകയില്ല. അവസാനം അവൻ എന്ത് ചെയ്യും? പിശാച് അവനെ കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകും? അവസാനം ആത്മഹത്യ. ഹല്ലേലൂയ. അവസാനം അവന് സ്വസ്ഥതയില്ലാതെ പിശാച്, കള്ളനും കൊലപാതകയുടെ പിതാവുമായവൻ പിശാച് അവനെ അവസാനം അവന്റെ കൂടത്തിലേക്ക് ചേർത്തുകൊള്ളും. അപ്പൊ ഒരു സ്വസ്ഥതയുമില്ലാത്ത മനുഷ്യന്, സമാധാനമില്ലാത്ത മനുഷ്യന്, സന്തോഷമില്ലാത്ത മനുഷ്യന് സന്തോഷവും സമാധാനവും നൽകുന്നത്, സ്വസ്ഥത നൽകുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. നമുക്ക് എല്ലാ മനുഷ്യനും ആത്മാവുണ്ട്. മൃഗങ്ങൾക്ക് ആത്മാവില്ല. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും നമുക്ക് കൊന്നു തിന്നാം.
എന്നാൽ മനുഷ്യനെ ഒന്ന് വീണാൽ അയ്യോ, കുഞ്ഞു കൊച്ചു വീണ് കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ടെൻഷനാണ്, ഭാരമാണ്. എന്തുകൊണ്ടാണ്? അന്യന്റെ കൊച്ചായാൽ പോലും ഒരു മനുഷ്യ കൊച്ചാണെങ്കിൽ അയ്യോ വീഴുകയോ നമ്മൾ ഓടിച്ചെന്ന് എടുക്കും, അവനെ സംരക്ഷിക്കും, അവന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത്. ഈ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കുക. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ ആത്മാവ് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവിനെ നിത്യതയിൽ എത്തണം. ഞാനും നിങ്ങളുമെല്ലാം നിത്യതയിൽ എത്തണം, ദൈവത്തിലെത്തണം, നിത്യജീവൻ പ്രാപിക്കണം. സ്വർഗരാജ്യത്തെ നിത്യതയിൽ നമ്മുടെ ആത്മാവ് എത്തിച്ചേരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദാതാവ് ആഗ്രഹിക്കുന്നതാണ്. ഈ ആത്മാവിനെ തന്ന നാഥൻ ദൈവം, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ജീവൻ എത്തണം, ഈ ആത്മാവ് എത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനമാണ് എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആദിത്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ സൗമ്യതയോടെ കൈക്കൊണ്ടാൽ, ഇന്ന് 3-4 പ്രാസന്മാരോട് കേട്ടുകൊണ്ടിരുന്ന വചനം, അതെല്ലാം നമ്മുടെ ഉള്ളിൽ, നമ്മൾ ആദ്യം ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു ശക്തിയില്ല, ആകെ തണുത്ത് വരച്ച്, ആകെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് എല്ലായിടത്തും മഴയും പ്രയാസങ്ങളൊക്കെയാണ്. ഇപ്പൊ രാവിലെ വിളിച്ചു, ബാബാസ് പറഞ്ഞു, പക്ഷേ ഭയങ്കര വിഷമങ്ങളാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും അസ്വസ്ഥപ്പെട്ടു, ഭയങ്കര ഭാരമൊക്കെ ആണല്ലോ, ഇനി നമ്മുടെ കൂട്ടായ്മ മാറ്റി വെക്കോ എന്നൊക്കെ ഞാൻ വാട്സപ്പിലുള്ള മെസ്സേജ് കൊണ്ട് ഞാൻ നോക്കി, ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എന്താ എല്ലായിടത്തും പുറത്ത് മഴയാണെങ്കിൽ നമുക്കിവിടെ അകത്തിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിന്റെ മഴയിൽ, ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ തീമഴയിൽ നമുക്ക് ഒന്ന് ഒഴുകി, ഒന്ന് നിറഞ്ഞ്, ഒന്ന് ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് കഴുകി, ഒന്ന് ശുദ്ധീകരിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ നിന്ന് നിറഞ്ഞ് മടങ്ങാമെന്ന് ഞാനും എൻ്റെ ഭാര്യയും ആലോചിച്ച് ഇന്ന് വരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് പാപത്തിൽ വീണു പോകാൻ കഴിയുകയില്ല, രോഗത്തിൽ അകപ്പെട്ടു പോവുകയില്ല, ദുഃഖങ്ങളിൽ അകപ്പെട്ടു പോവുകയില്ല, നിരാശപ്പെട്ട് നമ്മൾ ഭാരപ്പെട്ട് വേദനിച്ചിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം അത് ശക്തിയുള്ളതാണ്, അത് ബലമുള്ളതാണ്, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നതാണ് എന്ന് അത് 1 യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-21 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അഴുക്കും ദുഷ്ടതയും ആദിത്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എത്രമാത്രം വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്, എന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, കേട്ട വചനം വീണ്ടും കേൾക്കണം, അപ്പോൾ വീണ്ടും ശക്തിപ്പെടുകയില്ലേ, വീണ്ടും നമ്മൾ ശക്തിപ്പെടും. കേൾക്കുന്ന വചനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അറിയാവുന്ന വചനമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, അത് ഷാജി പാസ്റ്റർ പ്രസംഗിച്ച വചനം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കേൾക്കാത്ത വചനം ഒന്നും ഇവിടെ പ്രസംഗിക്കുന്നില്ല. പക്ഷെ അത് കേട്ടാൽ വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭക്ഷണം കഴിച്ച് അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ വിശന്നു പോകും, വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുക. അതേ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുന്നത്. രാവിലെ ബിരിയാണി വെച്ചാൽ നല്ല രുചികരമായ ഭക്ഷണമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കും. വിശക്കുമ്പോൾ വീണ്ടും ആ നല്ല ഭക്ഷണം നമ്മൾ വീണ്ടും കഴിക്കും. ഇതുപോലെ വചനം കേൾക്കുന്ന വചനങ്ങൾ ആരോടെ കേട്ടാലും കേട്ടതാണെങ്കിലും വീണ്ടും കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത്, നമ്മൾ അഭിഷേകത്തെ നിറയുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ഇപ്പോൾ ഈ നിമിഷം പുതുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 21 വാക്യത്തിലേക്ക് നമുക്ക് വരാം. എങ്കിലും, ഹല്ലേലൂയ, വീണ്ടും പറയുകയാണ്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കും. ഹല്ലേലൂയ. ഈ വചനം കേട്ട് അങ്ങ് പോയിട്ട് കാര്യമില്ല, അത് നമ്മളെ തന്നെ ചതിക്കുക. ഞാൻ എന്നെ ചതിക്കുക, കേൾക്കുന്ന വചനങ്ങൾ കേട്ടങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ ചതിക്കുകയാണ്. എന്നെ ചതിക്കുന്നത് എങ്ങനെ അറിയോ? ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ എന്നെ ചതിക്കുകയാണ്, ഞാൻ നാശത്തിലേക്ക് പോവുകയാണ്, ഞാൻ പൊട്ടക്കിണറിലേക്ക് പോവുകയാണ്. പൊട്ടക്കിണറ്റിൽ വീണ് പോയാത്ത അവസ്ഥയെന്നാണ്. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ നടക്കണം. നമ്മുടെ റോഡിലൂടെ മഴയൊക്കെ പെയ്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ നടക്കണം. വീഴും, തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുന്നതും നടക്കുന്നതും എല്ലാം അങ്ങനെ ആയിരിക്കണം. സാഹചര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഇവിടെ വചനം പറഞ്ഞെങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ ഇരിക്കണം, വചനം ചെയ്യുന്നവരായി, വചനം പ്രമാണിക്കുന്നവരായി, വചനം പ്രാപിച്ച് വചനാനുസാരികളായി ജീവിക്കണം. ഹല്ലേലൂയ. വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കേൾക്കുന്ന വചനങ്ങൾ അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പും ഒരു പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ചാണ് നമ്മൾ പോകുന്നത്.
നല്ല തയ്യാറെടുപ്പ്, നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചാണ് പോകുന്നത്. നമ്മൾ രാത്രിയിൽ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പ്രഭാതത്തിൽ ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. എന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. കേൾക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ ഇത് രാവിലെ വന്നിരുന്നപ്പോൾ ഞാൻ അസ്വസ്ഥപ്പെട്ട് ആകുലപ്പെട്ടിരുന്ന അവനാൽ പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇതിലേക്ക് ലയിച്ചു ചേർന്നപ്പോൾ ഹല്ലേലൂയ, ഈ ആരാധനയിലേക്ക്, ഈ ഗാനത്തിലേക്ക്, ഈ വചനത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക്, ഈ പ്രാർത്ഥനയിലേക്ക് ഞാനും എന്റെ മനസ്സും എന്റെ ഹൃദയവും അങ്ങോട്ട് ലയിച്ചു ചേർന്നപ്പോൾ ഹല്ലേലൂയ, എനിക്ക് ഒരു പുതുക്കവും ഒരു ബലവും ഒരു ശക്തിയും എനിക്ക് ലഭിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിക്കും. അപ്പൊ നമ്മൾ വചനങ്ങൾ, അനേക വചനങ്ങൾ നമ്മൾ കേട്ടു. ഇവിടുന്ന് പറഞ്ഞു രാവിലെ വൈകുന്നേരം എല്ലാം ഒരധ്യായെങ്കിലും വചനം വായിക്കണം. വായിക്കുന്നവരാണ്, വായിക്കണം. വായിച്ചാൽ അത് പ്രാവർത്തികമാക്കണം. അവിടെയാണ് നമുക്ക് പ്രശ്നം. ഈ വചനം പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി എന്റെ ജീവിതത്തിൽ. ഈ വചനം കേട്ട് ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ വചനം കേട്ട് അത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന വചനങ്ങളാണ്. അപ്പൊ അത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയും ഒരു ആകുലതയും ഒരു പ്രാർത്ഥനയെല്ലാം ഉയർന്ന് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. പിന്നെ ആരും കാണാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആരും കേൾക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയാൽ അതുപോലെ വചനങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപയും പ്രാർത്ഥനയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞോ ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും അത് ഏറ്റെടുക്കണം. ദൈവത്തിന്റെ വചനം നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന് സ്വർഗത്തെ പോകുന്ന എന്തായിരുന്നത്? ബലാത്കാരികളാണ് സ്വർഗരാജ്യ അവകാശമാക്കുന്നത്. ബലാത്കാരം ചെയ്യണം, നമ്മളെ ദണ്ഡിപ്പിക്കണം. ഈ വചനം എന്ത് തന്നെ ആയിരുന്നാലും കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം. നമ്മൾ അത് പ്രാപിച്ചെടുക്കണം, അത് ക്രിയ ചെയ്യണം. എങ്കിലേ ആ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാവുകയുള്ളൂ. ദൈവം സ്വർഗത്തിൽ നിന്നും വചനം അയക്കുന്നത് അത് ക്രിയ ചെയ്യാതെ മടങ്ങി പോവുകയില്ല. അത് ക്രിയ ചെയ്യും. പക്ഷേ മനുഷ്യൻ സ്വീകരിക്കട്ടെ, അത് സ്വീകരിക്കട്ടെ. കേൾക്കുന്ന വചനം ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടമായി. നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമായി. കേൾക്കുന്ന വചനം നിങ്ങളത് സ്വീകരിച്ചാൽ നിങ്ങൾക്കത് അനുഗ്രഹമായി, എനിക്കത് അനുഗ്രഹമായി. വചനം എന്ത് വിലയുള്ളതാണെന്ന് അറിയാമോ? കേട്ട വ്യക്തിക്കല്ല, കേൾക്കുന്ന വ്യക്തിക്ക് ഒരു പ്രയോജനവുമില്ല. എന്നാൽ വചനത്തിനാണ് വിലയുള്ളത്. വചനത്തിനാണ് വിലയുള്ളത്. ഈ വചനത്തിന്റെ വില എന്ന് പറയുന്നത് അത് യേശുവിന്റെ ജീവന്റെ വിലയാണ്. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. യേശുവിന്റെ ജീവന്റെയും രക്തത്തിന്റെയും വിലയാണ് വചനത്തിനുള്ള വില. ആ വില നമ്മൾ തിരിച്ചറിഞ്ഞ് ആ വിലയെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ നമ്മൾ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. യേശുവിനോട് വലിയൊരു ആരാധന വർദ്ധിക്കും. യേശുവിനോടുള്ള ആ സ്നേഹവും ആരാധനയും സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഉയർത്തും. അങ്ങനെ നമ്മളൊരു ദൈവ പൈതലായി, ദൈവമകനായി, ദൈവത്തിന്റെ സ്വന്തം ജനമായി, ദൈവത്തിന്റെ മക്കളായി, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി നമ്മൾ തീരുകയാണ്. ദൈവരാജ്യത്തിന്റെ അവകാശികളായി, ദൈവത്തിന്റെ സ്വന്തം ജനമായി നമ്മൾ തീരുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നോക്കിക്കേ, പ്രാർത്ഥിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? പള്ളികളിൽ പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, എന്നെല്ലാം പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന ചൊല്ലി മടുക്കുക. എവിടെയെങ്കിലും വിടുതലുണ്ടോ? ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പുകവലിയിൽ നിന്നോ മദ്യപാനത്തിൽ നിന്നോ ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള പാപ പ്രവൃത്തികളിൽ നിന്ന് വിടുതലുണ്ടോ? അതില്ല. എനിക്കില്ലായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോവുകയും കൃത്യമായി സംസാരിക്കുകയും കൃത്യമായിട്ടും കുർബാന സ്വീകരിക്കുകയും ചെയ്ത ആൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോട് പറയുന്നത്, കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ ഈസ്റ്ററൊക്കെ കഴിഞ്ഞാൽ നല്ല സാധനം വ്യത്യാസം ഇരിക്കും. 2-3 ദിവസമൊക്കെ കഴിക്കല. കാരണം വ്യാഴാഴ്ചയൊക്കെ കുമ്പസാരമുണ്ട്. അപ്പോൾ വ്യാഴാഴ്ച കുമ്പസാരമുള്ളതുകൊണ്ട് കുമ്പസാരം കഴിഞ്ഞാൽ പിന്നെ തൊടിയല്ല. പിന്നെ കുർബാനയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റർ ആഘോഷമായി. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, വേറെ ആരുടെയും കാര്യമല്ല. പിന്നെ കുമ്പസാരം, പിന്നെ ഇതെല്ലാം അബദ്ധം കഴിച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി ഏറ്റു പറയല്ലേ. അന്ന് അറിയില്ലല്ലോ പാപബോധം എന്താണെന്ന് അറിയില്ല, രക്ഷ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പഠിപ്പിച്ചു പോയി. മത പുരോഹിതന്മാർ, മതത്തിന്റെ ശ്രേഷ്ഠന്മാർ വചനം പഠിപ്പിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു. ഈ സമൂഹത്തെ വഷളാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ മേലെ ഒരു കെട്ടുകളുമില്ല. എനിക്ക് വേണ്ടി ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പാപ്പ വളരെ വിഷമമാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല, എന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ കർഷികവാസയെ വിളിച്ചു. പാസ പറഞ്ഞ് 4 ചുറ്റും വെള്ളമാണ് വീടിന്, തലശ്ശേരി വെള്ളം എങ്ങനെ വരാം? പ്രീസറോ ഹല്ലേലൂയ. അതെ, ചില പ്രതികൂല സാഹചര്യം നമുക്കുണ്ടാകും, അത് ശരി തന്നെയാണ്. ചില രോഗങ്ങളുള്ള പ്രശ്നമൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വരികയും ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതിനും സഭാ മീറ്റിംഗ് ചെയ്യുന്നതിനും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനും നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനും നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കുവാൻ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു വീണ്ടുജനനത്തിന്റെ അനുഭവത്തിലേക്ക്, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി നമ്മളെ തന്നെ ഒന്ന് പുതുക്കിയെടുക്കുവാനാണ് നമ്മൾ ഈ കൂട്ടായ്മകളിലൊക്കെ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും വിളിച്ചിട്ടില്ല, ഒന്ന് അറിയിക്കണം, അത് മതി, ഒന്ന് അറിയിക്കണം, കൂട്ടായ്മ അറിയിക്കണം. പക്ഷേ എല്ലാ ഞായറാഴ്ചയും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ഞായറാഴ്ച സഭായോഗമുണ്ട്, സഭായോഗം മുടക്കരുത്, വചനമാണ്, കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ എന്റെ സഭാ വിശ്വാസങ്ങൾ എല്ലാവരും അറിയിക്കും. പ്രൈസ് ദി ലോർഡ്, വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളെ രക്ഷിക്കാം, നമ്മളെ രക്ഷിക്കാം. ഞാൻ രക്ഷപ്പെടാതെ രക്ഷിക്കപ്പെടാതെ എങ്ങനെയാ ഞാൻ നിങ്ങളെ രക്ഷിക്കപ്പെടുക? എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടുന്നു? മക്കളോട് ഞാൻ എങ്ങനെ ഉപദേശിക്കും? എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ ഉപദേശിക്കും? ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് അത് ജീവിച്ച് അത് കാണിച്ചു കൊടുത്തുവിടെ എൻ്റെ പിള്ളേരെ, എൻ്റെ മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കുക. എൻ്റെ സഭയിലെ എൻ്റെ വിശ്വാസികളെ ഉപദേശിക്കുമ്പോൾ ആ വചനം പാസ് അനുസരിക്കണ്ടേ? ഇതാണ് ആത്മാക്കളെ രക്ഷിക്കണം. മാത്രമല്ല വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വചനങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുമ്പോൾ പറ്റില്ല, പറ്റും, പറ്റില്ല, പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുട്ടുകൾ മടക്കണം, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എല്ലാവരും എന്തിനാ ഈ പ്രാർത്ഥന ഇന്നലെയല്ല പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തിനാ ഇപ്പോഴും അങ്ങോട്ട് പോകുന്നത്? പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥനയല്ലേ, പിന്നെ ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന, ശനിയാഴ്ച പ്രാർത്ഥന, ബുധനാഴ്ച പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട്. എന്താ പറയാ കാര്യം? ഈ വചനം അനുസരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഹല്ലേലൂയ. എന്റെ ജഡം അതിനെ അനുവദിക്കുന്നില്ല, എന്റെ ജഡ സ്വഭാവം എന്നെ അനുവദിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ എന്റെ ജഡ സ്വഭാവം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ജഡ സ്വഭാവത്തെ എനിക്ക് കീഴ്പ്പെടുത്തണം, ദൈവത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെടുത്തണം, ദൈവത്തിന്റെ വചനത്താൽ എനിക്ക് എന്നെ കീഴ്പ്പെടുത്തണം, എന്റെ ജഡമോഹങ്ങളെ കീഴ്പ്പെടുത്തണം, എന്റെ കൺമോഹങ്ങളെ കീഴ്പ്പെടുത്തണം, എന്റെ ജഡിക അഭിലാഷങ്ങളെ കീഴ്പ്പെടുത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവേ വീണ്ടും യേശുവിനെ വിളിച്ചുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹത്തിന് വേണ്ടി, ആ യേശുവിന്റെ കൃപയ്ക്ക് വേണ്ടി, ആ യേശുവിന്റെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി വീണ്ടും നമ്മൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിന്റെ വചനങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. അത് നമ്മളെ വീട്ടിൽ പണിയുന്നതായിട്ടൊന്നുമല്ല, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ ആലോചിച്ച് നമ്മൾ 26-ാം തീയതി നമ്മളിവിടെ വരും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കും, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കും, നമ്മളെ തന്നെ ഒന്ന് അഭിഷേകത്തെ നിറയ്ക്കുവാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം നമ്മളിവിടെ മാറ്റിവെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഇപ്പോഴൊന്ന് പോകാം. ദാവീദ് പാപം ചെയ്ത് ആകെ ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് അവൻ തിരിച്ചു വന്നപ്പോ അവന്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ആ അനുഭവം നമ്മുടെ അനുഭവമാക്കി മാറ്റണം. നമ്മൾ ആ സങ്കീർത്തനം അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാക്കി നമ്മുടെ അനുഭവമാക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ ആ സങ്കീർത്തനമൊക്കെ വായിക്കണം. അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ വേഗം പോവുകയാണ്. അതിന്റെ 50-10 ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥന. ദാവീദ് പ്രാർത്ഥിച്ചിരിക്കുന്ന സ്ഥിരമായ ഒരു ആത്മാവിനെ, നിർമ്മലമായ ഒരു ഹൃദയത്തെ. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നിർമ്മലമായ ഒരു ഹൃദയത്തെ എന്നിൽ നിക്ഷേപിക്കണം, പുതുക്കി എന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ സ്ഥിരമായി നിക്ഷേപിക്കണം. സ്ഥിരമായിട്ട് തരണം, എപ്പോഴും തരണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം ബോധ്യം തരുന്ന ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ എന്നിൽ എപ്പോഴും നിക്ഷേപിക്കണം. ഈ ആത്മാവിനെ തിരികെ എടുക്കുകയും അരുതേ. ഈ ആത്മാവിനെ തിരികെ എടുക്കരുത്, ഈ ആത്മാവിനെ തിരികെ എടുക്കരുത്. ഈ ആത്മാവ് എപ്പോഴും എന്നിൽ ഉണ്ടായിരിക്കണം, നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് ആത്മാവ് ഇല്ലാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ചിലപ്പോൾ പാപത്തിൽ വീണു പോകും, ചില കഷ്ടത്തിൽ അറിയാതെ നമ്മൾ ചെയ്തു പോകും, പിന്നെ നമ്മൾ സൂര്യയൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഈ ആത്മാവിനെ സ്ഥിരമായി, അതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം
എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. ഹല്ലേലൂയ. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. പാപിയായ മനുഷ്യൻ ദൈവത്തിലേക്ക് മനസ്സ് തിരിക്കണം. അങ്ങനെ ദൈവത്തിലേക്ക് മനസ്സ് തിരിച്ച് ദൈവത്തിന്റെ ജീവന്റെ ആത്മാവിനെ, സത്യദൈവത്തിന്റെ സത്യവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അന്ത്യത്തോളം ഈ വചനത്തെ മുറുകെ പിടിച്ചോടണം. അപ്പൊ നമ്മൾ സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കണമെങ്കിൽ പച്ചയായ മനുഷ്യന് സാധ്യമല്ല. ആത്മാവില്ലാത്ത മനുഷ്യന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ആത്മാവില്ലാത്ത മനുഷ്യന് പാടുവാൻ പറ്റുകയില്ല. ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ 4:23-24 വാക്യങ്ങളെ നമുക്ക് കിടന്ന് കേട്ടതാ. ആത്മാവായ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലാണ് ആരാധിക്കേണ്ടത്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ, ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ ആത്മാവായ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹം വേണം നമുക്ക്. ആത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. പ്രാർത്ഥിക്കാനൊരു ദാഹം വേണം. വചനം വായിക്കാനൊരു ദാഹം വേണം. വചനത്തെ ആളുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ആ വചനത്തെ ജീവിക്കാനുള്ള ഒരു ദാഹം വേണം, ഒരു ആഗ്രഹം വേണം. അതിന്റെ പിന്നിൽ നല്ലൊരു പ്രാർത്ഥന വേണം. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു അഭിഷേകം വേണം. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കൃപ വേണം. അതിനൊക്കെ നമുക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ദൈവത്തെ അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് തക്ക സമയത്ത് എല്ലാം കൃപയെ നമുക്ക് നൽകും. ഹല്ലേലൂയ. നമ്മൾ ദാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മളോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ട ബലം തരും, അഭിഷേകം തരും, ശക്തി തരും, എല്ലാം നൽകി നമ്മെ നടത്തും, നമ്മളെ നയിക്കുന്ന ഒരു ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിന് വേണ്ടി നമ്മൾ നിരന്തരം ദാഹത്തോടെ പ്രാർത്ഥിക്കണം. എന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ. ഓരോ പാട്ട് പാടുമ്പോൾ ദാഹത്തോടെ ആയിരിക്കണം പാടുന്നത്. അത് ഹൃദയം കൊണ്ട് ഉള്ളിൽ നിന്നും നമ്മൾ പാടുമ്പോൾ അതൊരു വലിയൊരു പ്രാർത്ഥനയാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പാടുന്നത്, ആരാധിക്കുന്നത്. ആരാധന ദൈവം കേൾക്കും. ആ സ്പോട്ടിൽ ഉത്തരവ്. ദൈവത്തിനോട് അടങ്ങിയിരിക്കാൻ പറ്റിയല്ല. നമ്മുടെ സ്വന്തം മക്കള് ഡാഡി എന്ന് വിളിച്ചാൽ ഡാഡി പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകും. ഇത് തന്നെയാണ് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ കൊച്ചിന് എന്നാ പറ്റി? ഞെട്ടി ചാടി കൊച്ചിന്റെ അടുത്തേക്ക് ഓടുക. അതാണ് ഈ പൂർണ്ണ ഹൃദയത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടുള്ള ആരാധനയും പൂർണ്ണ ഹൃദയത്തിലുള്ള സ്തുതിയും സ്തോത്രവും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ അവിടെ നമ്മുടെ പിതാവ് അടങ്ങിയിരിക്കുക. അവിടെ ദൂതന്മാരൊക്കെ അങ്ങനെ ഓടും, നമ്മുടെ അടുക്കിലേക്ക് വരും. ദൈവം അന്നേരം ദൂതന്മാരെ അയക്കും, ദൈവത്തിന്റെ ആത്മാവിനെ അയക്കും. ദൈവം നമ്മെ സംരക്ഷിക്കും, ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തും, ദൈവം നമ്മെ നമുക്ക് വേണ്ടതെല്ലാം തരും. കാരണം നമ്മുടെ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഈ 19 മുതൽ ഈ സമയം വരെ ഒരു ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അത് ആരും പഠിപ്പിച്ചതൊന്നുമല്ല, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ടങ്ങ് പാടുകയാണ്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളങ്ങ് സ്തുതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ പാസ്റ്ററിലൂടെ നമ്മളങ്ങ് ഒഴുകുകയാണ്. പാസ്റ്ററിന്റെ ചിന്തകൾ, പാസ്റ്ററിലൂടെ പങ്കുവെക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലൂടെ ഉള്ളിൽ വെച്ച് തിരിച്ചറിയണം. ക്രിസ്തു നമുക്ക് വേണ്ടി മുടക്കിയ ഈ ഒരു മുടക്ക്, ഈ ഒരു വില നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ വിട്ട്, ക്രിസ്തുവിന്റെ വചനം വിട്ട് നമ്മൾ എങ്ങോട്ടും പോവുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മുറുകെ പിടിക്കും. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കും. ഈ ക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മൾ എന്നും നിലനിൽക്കും. നമ്മുടെ ജീവിത അവസാനം വരെ നിലനിൽക്കും. ആരെന്തെല്ലാം ഉപദേശം കൊണ്ട് വന്നാലും, ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മളതൊന്നും ശ്രദ്ധിക്കുകയില്ല. ജീവന്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? വചനം പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിക്കും. 1 തെസ്സലോനിക്കർ 5-ന്റെ 16 വാക്യത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിക്കും. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം.
ദൈവമക്കൾ എപ്പോഴും സന്തോഷിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. മാത്രം പോരാ, ഇടപെടാതെ പ്രാർത്ഥിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചു, അവർ വരെ ഇപ്പോഴല്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? സ്വതന്ത്രം പറയാം. നമ്മൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ സ്വതന്ത്രം പറഞ്ഞാൽ ചെയ്തിട്ടാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മളെപ്പോഴും, ഞാൻ വിദേശത്ത് ഇരുന്നപ്പോൾ ഒരു പാസ്റ്റർ ഉണ്ട്, അവർ വിദേശത്ത് ഇരുന്നപ്പോൾ 2003 അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അതൊക്കെ വരുള്ളൂ. സ്തോത്രം 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 ഹല്ലേലൂയ. അതേ ഭക്ഷണം കഴിക്കും. ഞങ്ങൾ ഒന്നിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം. വെള്ളം കുടിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ, വണ്ടി എടുക്കുമ്പോൾ എല്ലാം സ്തോത്രം, ദൈവമേ നന്ദി നന്ദി. അങ്ങനെ ആരും കേൾപ്പിക്കണമെന്നല്ല, സ്വയം അതിന് വലിയ ആകർഷകമായിരിക്കും. ഇതാണ് പ്രാർത്ഥന. എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴൊക്കെ സ്തോത്രം സ്തോത്രം. അപ്പൊ ഇതെന്നാ ഇയാളിങ്ങനെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, അതാ പ്രാർത്ഥന. ഇടപെടാതെ പ്രാർത്ഥന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ. നമുക്ക് ലഭിക്കുമ്പോൾ, അത് നന്മ കിട്ടുമ്പോൾ എല്ലാം സ്തോത്രത്തോടെ, ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. ഇനി നിനക്ക് നാം അനക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ മിണ്ടാതെ ചുണ്ട് അനക്കാതെ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ആരും കേൾക്കാം. ഹല്ലേലൂയ. നാണക്കേട് വരുന്നുണ്ടെങ്കിൽ വണ്ടി ഇരുന്ന് അവിടെ ഇരുന്ന് സ്തോത്രം പറയുന്നത് ആരെങ്കിലും കേട്ടാൽ നാണക്കേടാവും. നീ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. എന്തിനാണോ നാണക്കേട്? നീ സ്തോത്രം പറയും, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത്, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുക, ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജോലി ചെയ്യുമ്പോഴും സ്തോത്രത്തോടെ ജോലി ചെയ്യുക. പിന്നെ പാപത്തിനോ പിശാചിനോ ഒരു ഇടം കൊടുക്കുകയില്ല. അവിടെ ഒരു ഇടമില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചിനോ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്കോ ഒരു പ്രലോഭനത്തിനോ അവിടെ ഇടമില്ല. എപ്പോഴും സ്തുതിയും സ്തോത്രമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അവിടെ പിന്നെ എങ്ങനെയാണ് പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്? അപ്പോൾ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. സ്തോത്രത്തോടെ നമ്മൾ ആയിരിക്കണം. എപ്പോഴും സ്തോത്രം ചെയ്യണം, എപ്പോഴും സ്തോത്രം ചെയ്യുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഇതല്ലോ ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ക്രിസ്തു യേശുവിന്റെ ദൈവ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും സന്തോഷിക്കുക. അത് ദൈവമക്കൾക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് സാധ്യമാകുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ ഉള്ളിൽ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വേണം. സ്തോത്രം പറയണം. അപ്പൊ എപ്പോഴും സ്തോത്രം പറയുക. സ്തോത്രത്തോടെ എല്ലാം പഠിച്ചുകൊള്ളുക. നിന്റെ മുന്നിൽ കിട്ടുന്നത് എല്ലാം പഠിച്ചുകൊള്ളുക. സ്തോത്രത്തോടുകൂടി എല്ലാം ചെയ്തു കൊള്ളുക. സ്തോത്രത്തോടു കൂടി ചെയ്യുക. ഇതാണ് യേശു ക്രിസ്തുവിൻ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ആത്മാവിനെ കൊടുത്തരുത്, ഈ ആത്മാവിനെ കെടുത്തരുത്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ചെറിയ പാപത്തിൽ വീണു പോകുമ്പോൾ ആത്മാവ് കെട്ടുപോകും, ആത്മാവ് ദുഃഖിച്ചു പോകും, ആത്മാവ് പറന്നു പോകും, മാടപ്രാവ് പറന്നു പോകും. അതുകൊണ്ട് ആത്മാവിനെ കെടുത്തരുത്.